കുടുംബത്തെ അവരുടെ ആവശ്യങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വിശ്വസ്തനായ ദൈവം, അവൻ ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. എനിക്ക് അനേക കാര്യങ്ങൾ പറയുവാൻ എൻ്റെ മുമ്പിലുണ്ട്, സന്ദർഭം അത് അനുവദിക്കുന്നില്ലല്ലോ. ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ ധാരാളം വഴികൾ അതിനകത്തുണ്ടായിരുന്നു. ദൈവം ഇവരെ നടത്തി ഈ നിലയിൽ ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ സഹകരിക്കുകയും ചെയ്യാം. ആ വലിയ നാമം, വലിയ കർത്താവിൻ്റെ നാമം ആ നിലയിൽ മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുപോലെ എൻ്റെ മക്കൾക്ക് ശിശുലി വല്യമ്മച്ചിയുടെ വേർപാട് തീർച്ചയായിട്ടും ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം നാം ഇതുവരെ കേട്ടതുപോലെ ശ്രേഷ്ഠമായൊരു മാതൃക ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് കർത്താവിനെ സ്നേഹിപ്പാനും കുടുംബത്തെ ശുശ്രൂഷിപ്പാനും തനിക്ക് ദൈവം കൊടുത്ത എല്ലാ സാഹചര്യങ്ങളിലും തികച്ചും മാതൃകയുള്ള ഒരു ദൈവപേതായി കർത്താവിനെ വെളിപ്പെടുത്തി ജീവിപ്പാനും ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം സഹായിച്ചു. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരും ഈ മാതൃകയിൽ തന്നെ കർത്താവിനെ തുടർന്നും സ്നേഹിപ്പാനും സേവിപ്പാനും അവരാലാവും വിധം ദൈവസ്നേഹം വെളിപ്പെടുത്തി ജീവിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വേർപാട് നേരത്തെ നാം കേട്ടതുപോലെ വളരെ ദുഃഖം ഉളവാക്കുന്നൊരു കാര്യമാണെങ്കിലും ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവിക കാര്യപരിപാടിയിലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച അല്പനാളുകൾ അത് വളരെ ചുരുക്കമാണ്. ആ നാളുകൾ തികച്ചും ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിലകൊള്ളുന്നത് ആവശ്യമാണല്ലോ. നമ്മുടെ പ്രത്യാശയെ നമുക്കൊന്ന് പുതുക്കാം. ഒന്നാം മനുഷ്യൻ മണ്ണ് കൊണ്ടുള്ളവനാണ്, എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയവനാണ് നമ്മുടെ കർത്താവ്. ഞാനും നിങ്ങളും മണ്ണ് ഉള്ളവൻ്റെ പ്രതിമയാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കാനുള്ള ഈ പ്രോസസ്സ് അതിൻ്റെ ആദ്യത്തെ കവാടമാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത്. തികച്ചും പ്രിയ ശുശ്രൂഷ ചേച്ചി സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ ഏറ്റവും ശോഭിതയായി നിലകൊള്ളും. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ തൻ്റെ മഹത്വം പ്രാപിപ്പാനായിട്ടാണല്ലോ നാം തിരഞ്ഞെടുക്കപ്പെട്ടവും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ നിലയിൽ ധൈര്യത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ നാളുകൾ എണ്ണിക്കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ജീവിതം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ധാരാളം ഇടയായിത്തീരട്ടെ. കുടുംബത്തിന് ദൈവം ആവശ്യമായ സമാധാനവും അനുഗ്രഹങ്ങളും പ്രത്യാശയിൽ നിറഞ്ഞൊരു ജീവിതവും നൽകുവാൻ കർത്താവ് പ്രസാദിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങളുടെ ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുനാഥനേ എന്നാശ നീ എന്നാളും മന്നിൽ നീ മതിയേ, എന്നാളും മന്നിൽ നീ മതിയേ. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നു. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയാൽ കാത്തിടുന്നു. നീ വരാതെൻ്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല. ഹല്ലേലൂയ. നീ വരാതെൻ്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല. ഹല്ലേലൂയ. എന്നേശുനാഥനേ എന്നാശ നീ എന്നാളും മന്നിൽ നീ മതിയേ, എന്നാളും മന്നിൽ നീ മതിയേ.